തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ടിന്റെ തയ്യാറെടുപ്പിൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ ഈ പ്രാവശ്യം കൂടി ആവർത്തിക്കുമ്പോൾ ഉത്സവത്തിൻ്റെ മാറ്റ് കുറയാതിരിക്കാൻ വെടിക്കെട്ടൊഴിച്ചുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലാണ് ഉത്സവത്തിൻ്റെ സംഘാടക സമിതി കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ വിശദീകരിച്ചത്. ലോകത്താകെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന, പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന വിഷയങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ശാസ്ത്ര സാങ്കേതിക തികവിൻ്റെ പിൻബലത്തിലാണ് പല ചടങ്ങുകളും പുതിയ തരത്തിൽ അവതരിപ്പിക്കാൻ ഉത്തരവാദിത്ത ബോധമുള്ള സമൂഹം തയ്യാറായിട്ടുള്ളത്. നോക്കൂ, തൃശ്ശൂരിൽ നടക്കുന്ന വെടിക്കെട്ട് മത്സരങ്ങളെക്കാൾ ഒട്ടും പിന്നിലില്ലാത്ത തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വെടിക്കെട്ട് ഉത്സവങ്ങൾ തകൃതിയായി ചെലവ് കുറഞ്ഞ രീതിയിൽ നടത്തുമ്പോൾ ഇത് നടപ്പാക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാജ്യത്ത് സ്ഫോടന വസ്തുക്കൾ നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ട വകുപ്പിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ തൃശ്ശൂരിലും ഉണ്ടാകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരായി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഉത്സവ സമിതിയുടെ പ്രതിനിധികളും മാറിക്കഴിഞ്ഞിരുന്നു. ഏറ്റവും അവസാനം ഇത്രയും വലിയ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഭരണകക്ഷിയിലെ പല ആളുകളും പൂരപ്രേമികളായി മുന്നിലുള്ളപ്പോൾ തന്നെയാണ് പ്രതിപക്ഷത്തു നിന്നും ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഒരു പ്രതികരണം ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശ്രീ രമേശ് ചെന്നിത്തല മടികൂടാതെ പറയുന്ന കാര്യം, ഉത്സവങ്ങളിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഇത്തരം ആചാരങ്ങളെ നമുക്ക് കൈവിടാൻ കഴിയില്ല എന്നാണ്. എന്നാൽ നമുക്ക് നേരത്തെ കൊല്ലം ജില്ലയിലുണ്ടായ അവിശ്വസനീയമായ 2016 ദുരന്തത്തിന് ശേഷം ആ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ, അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, അവിടെ ഉണ്ടായ ദുരന്തം പരിശോധിക്കാൻ നിയമിച്ച PS ഗോപിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കാൻ പിന്നീടും കേരളത്തിൽ ശ്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ആവർത്തിക്കുകയുണ്ടായി. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ 2 കരക്കാർക്കുമായി 15 ആനകൾ വീതം തിടമ്പേന്തി നടത്തുന്ന ചടങ്ങ് നോക്കൂ. ആനകൾ ഇന്ന് ഈ അതിരൂക്ഷമായ ചൂടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മറന്നുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആനകൾക്ക് സ്വാഭാവികമായ അവരുടെ സ്വഭാവങ്ങൾ നിലനിർത്തണമെങ്കിൽ 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് അവർ അനുഭവിക്കാതിരിക്കണം എന്നാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷകരും വൈദ്യശാസ്ത്രവും ഒക്കെ നമ്മളോട് പറയുന്നത്. തൃശ്ശൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിലവിലുള്ള ചൂട് ഏതാണ്ട് 36 ഡിഗ്രിക്ക് മുകളിലാകുമ്പോൾ വരാൻ പോകുന്ന തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടുകൾ ഒഴിവാക്കി നിർത്തുമ്പോഴും 30 ആനകളെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പൂരസമിതികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ തയ്യാറല്ല എന്ന് പറയുന്നതിലൂടെ ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കാത്തവരാണ് ഞങ്ങൾ എന്ന് അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് മലയാളികളുടെ നേതൃത്വം ആവർത്തിച്ചു പറയുന്നു എന്നതാണ് വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിക്കുന്നത്.